ഇറാനുമായി ചർച്ചകളിലൂടെ ധാരണയിലെത്താനാണ് അമേരിക്ക മുൻഗണന നൽകുന്നതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിശക്തമായ സൈനികാക്രമണത്തിന് US തയ്യാറെടുത്തപ്പോൾ നടപടിയിൽ നിന്ന് പിന്തിരിയണമെന്ന് ഇറാൻ അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ തങ്ങൾ ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചിട്ടില്ലെന്ന വാസ്തവവിരുദ്ധമായ വാർത്തകളും ഇറാൻ പ്രചരിപ്പിക്കുന്നുണ്ടെന്നും ട്രംപ് പറഞ്ഞു. The lovely Islamic Republic of Iran, we're not going to have I'd rather make a deal because I don't want to kill people. I do not want to kill people. But at some point we were set for the biggest attack of any attack, and we've hit them very hard for the last few months. But we were all set for the biggest attack since World War II. And they called me and they said, please don't do it, let's talk. And then they said, we never said that. ഐസൻ ജോസഫും ചേരും. ഐസൻ, ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ. ഒരേ സമയം സമാധാന വഴി എന്ന് ട്രംപ് ആവർത്തിച്ച് പറയുമ്പോഴും മറുവശത്ത് ഇറാൻ ശരിയല്ല, ഇറാൻ പറയുന്നത് പാലിക്കുന്നില്ല ഒക്കെ പറയുന്നുണ്ട്. ഓരോ ദിവസവും ഒത്തുതീർപ്പാകും എന്ന് കരുതുകയും അതിൻ്റെ പിറ്റേന്നോ തുടർ മണിക്കൂറുകളിലോ വീണ്ടും വലിയ യുദ്ധമെന്ന് തോന്നിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ കാഴ്ചകളൊക്കെയും. ഒടുവിലെന്ത്? പക്ഷേ തീർച്ചയായും അത്തരത്തിലൊരു ആശങ്ക വരുന്ന രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് നിലവിൽ. ഓരോ വിവരങ്ങളും അല്ലെങ്കിൽ വാർത്തകൾക്ക് അടിസ്ഥാനപരമായ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ കൃഷ്ണരാജ് ഉൾപ്പെടെ പറഞ്ഞ കൃത്യമായ ആശങ്കകൾ ലോകം മുഴുവനുമുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ട്രംപ് വിശദീകരിക്കുന്നത് ഇറാൻ്റെ അഭ്യർത്ഥന പ്രകാരമാണ് ആക്രമണം നിർത്തിവെച്ചത്. അതായത് അതിശക്തമായ ഒരു ആക്രമണത്തിന് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്ക നടത്തിയ ഏറ്റവും വലിയ ആക്രമണത്തിന് തങ്ങൾ ഒരുങ്ങിയെന്നാണ് ട്രംപ് അറിയിച്ചത്. അത്തരത്തിലൊരു ആക്രമണത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് ഇറാൻ അറിയിച്ചിരുന്നു. സ്വാഭാവികമായും ഇറാൻ മാത്രമല്ല, ഇറാൻ ഒരു സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരം ചില നിലപാടുകൾ സ്വീകരിക്കുന്നതെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരൊക്കെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. അത്തരത്തിൽ ഒരു നിലപാട് ഇറാൻ പറയുന്നത് പശ്ചിമേഷ്യയിലെ പല സൗഹൃദ രാജ്യങ്ങളുടെയും സുഹൃത്ത് രാജ്യങ്ങളുടെയും ഒരു എതിർപ്പിൻ്റെ കൂടി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് നീങ്ങരുത് എന്നൊരു സമ്മർദ്ദത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇറാൻ തങ്ങളുടെ ആണവായുധ ശേഖരം കൈമാറ്റുന്നതിനോ അത് ഇല്ലാതാക്കുന്നതിനോ ഉള്ള ധാരണയിൽ നിന്നും അതിന് തയ്യാറല്ല, ആണവ ശേഖരം പരിശോധിക്കാൻ തയ്യാറല്ല എന്ന നിലപാടിൽ നിന്ന് മാറിയിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ചർച്ചകൾ പ്രതികൂലമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. മാത്രമല്ല, ഏത് പ്രശ്നമുണ്ടായാലും ഹോർമൂസിൽ വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന നീക്കം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അമേരിക്കയെ പ്രതിരോധത്തിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഹോർമൂസ് പൂർണ്ണമായും തുറന്നു കിടക്കുന്നതിന് വേണ്ടി വിട്ടുവീഴ്ചാപരമായ ഒരു നീക്കം ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നാണ് ട്രംപ് തന്നെ അറിയിക്കുന്നത്. അത് ഇറാൻ്റെ അഭ്യർത്ഥന പ്രകാരം തന്നെയാണ് ആക്രമണം മാറ്റിവെച്ചത് എന്ന് അദ്ദേഹത്തോട് പറയുകയും അതേസമയം അത്തരമൊരു നിലപാട് തങ്ങൾ അറിയിച്ചിട്ടില്ല എന്ന് ഇറാൻ പുറത്തു പറയുകയും ചെയ്യുന്നുവെന്ന ഒരു ഇരട്ടത്താപ്പ് കാണിക്കുന്നുവെന്ന കടുത്തൊരു ആരോപണം കൂടി ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഇത് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ ഹോർമൂസ് പൂർണ്ണമായും തുറക്കുക, അതുപോലെ തന്നെ ഇറാൻ്റെ പോർട്ടുകളിലെ ഉപരോധം കർശനമായി നടപ്പിലാക്കുക, അതുപോലെ തന്നെ ഇറാനെ ആണവ നിരായുധീകരിക്കുക എന്ന 3 കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 14 സമാധാന ധാരണയുടെയൊക്കെ ഭാഗമായി പല നീക്കങ്ങളും നടക്കുന്നുണ്ട്. ഈ ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിക്കുന്നു. ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ കൃത്യമായ നിലപാടുകളുമായി ആ മേഖലയിൽ ശാശ്വത സമാധാനത്തിനുള്ള ശ്രമം നടത്തുന്നു. ഇറാൻ ചില കടുംപിടുത്തങ്ങൾ തുടരുന്നു. അമേരിക്ക വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ തുടരുമെന്ന് അറിയിക്കുമ്പോഴും മറ്റ് സുഹൃത്ത് രാജ്യങ്ങളുടെ, അതായത് ഈ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ കൃത്യമായ നിർദ്ദേശത്തിന് വഴങ്ങി ആക്രമണത്തിൽ നിന്ന് പിന്തിരിയുകയും ചെയ്യുന്നു. ഇതാണ് നിലവിലെ ഒരു അവസ്ഥ എന്നതാണ്. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ ഒരു സമാധാന ധാരണയിൽ എത്താനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. ട്രംപ് തന്നെ പറയുന്നത് രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കുക, അതുപോലെ തന്നെ സമാധാന ധാരണയിലേക്ക് ചർച്ചയിലൂടെ എത്തുക, ആക്രമണത്തിൻ്റെ പാത ഒഴിവാക്കുക എന്ന നിലപാടാണ്. അന്തിമമായൊരു ഇടപെടൽ, മറ്റേതെങ്കിലും വിശാലമായൊരു ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അത്തരത്തിലുള്ളൊരു വിശാലമായ ഇടപെടലിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇരു രാജ്യങ്ങളും കൃത്യമായി അംഗീകരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉയരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഭാരതത്തിൻ്റെ കൂടി ഇടപെടൽ ഉണ്ടായേക്കാമെന്ന ചില സൂചനകൾ പോലും പുറത്തു വരികയും ചെയ്യുന്നത്. നിലവിലെ സാഹചര്യത്തിൽ കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കുന്നത് ആണവ നിരായുധീകരണവും ഹോർമൂസ് തുറക്കുകയും തങ്ങളുടെ അജണ്ടയാണ്. പക്ഷേ രക്തച്ചൊരിച്ചിലൂടെ അത്തരമൊരു നീക്കത്തിന് തൽക്കാലം തയ്യാറല്ല. എങ്കിൽ ഇറാൻ അതിനെ നിർബന്ധിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന നിലപാട് തന്നെയാണ് ട്രംപ് അറിയിക്കുന്നത്. കൃഷ്ണരാജ്. ശരി, ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്. അമേരിക്ക ഇറാൻ യുദ്ധസമാന സാഹചര്യത്തിൽ നിലവിൽ മാറ്റമൊന്നുമില്ല, സമാധാനമെന്ന് ആവർത്തിച്ച് പറയുന്നു. പക്ഷേ സംഭവിക്കുന്നത് മറ്റൊന്നാണ്. പക്ഷേ സമാധാനം എത്രയും പെട്ടെന്ന് ഉണ്ടാകട്ടെ.